ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഫസീന. ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂചി ഗോതമ്പ് വെച്ച് എങ്ങനെ കുഴയാതെ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്ന ഒരു വീഡിയോയാണ് ഞാനിവിടെ കാണിക്കുന്നത്. സൂചി ഗോതമ്പ് അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തി കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഉരുളിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, സവാള അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ടിത് വഴറ്റി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ട വേണ്ടവർ മുട്ട വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് ഒന്ന് ചിക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്നും ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മളിത് കഴുകി നന്നായിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന നല്ല വെള്ളമൊക്കെ തോന്നിരിക്കുവാണ് ആ ഒരു സൂചി ഗോതമ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സൂചി ഗോതമ്പ് ചേർത്ത് നന്നായിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, 1/4 ഗ്ലാസ് വെള്ളം മാത്രം. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. കൈവിടാതെ തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. കൈവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ വളരെ പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഉപ്പുമാവ് കിട്ടുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ട്രിക്കെന്ന് പറയുന്നത് നമ്മൾ വെള്ളം തന്നെയാണ്, വെള്ളത്തിൻ്റെ ആ ഒരു അളവാണ്. അവരും ഈ ഒരു മെത്തേഡിൽ ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിനു മുൻപും ഞാൻ സൂചി ഗോതമ്പ് ഉപ്പുമാവിൻ്റെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പം ഇനിയും നമുക്ക് പുതിയ വീഡിയോസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.